അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ബിജെപി നേതാവിലേക്ക് ആദ്യം. ശ്രീ പി കൃഷ്ണദാസ്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പൂർണ്ണമായ പിന്തുണ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന് നൽകുന്നു, ബിജെപിക്ക് നൽകുന്നു. ഈ നിലപാട് വ്യക്തമായിട്ട് എടുക്കുന്നു. ഒരു ട്വീറ്റുമായി ബന്ധപ്പെട്ട് പോലും ശാസന നൽകി അണിയറയ്ക്ക് പിറകിൽ എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ആ തരത്തിൽ പോലും ഏതെങ്കിലും തരത്തിൽ അനുയായികൾ പോലും അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുത്ത കോൺഗ്രസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു അവകാശവാദവുമായി വരുന്നു. ഇതുവരെ ഒരുപക്ഷെ ഉന്നയിക്കപ്പോലും പെടാത്ത തരത്തിലുള്ള ഒരു നിലപാടും പ്രസ്താവനയും ഡൊണാൾഡ് ട്രംപ് നടത്തുന്നു. ഇതിനുശേഷമാണ് കോൺഗ്രസ് ചോദ്യങ്ങൾ ചോദിച്ചത്. ഇതിനുശേഷമെങ്കിലും പ്രതിപക്ഷമായ കോൺഗ്രസിന് ചോദിക്കാനുള്ള അർഹതയില്ലേ എന്ന് ആ പാർട്ടി ചോദിക്കുമ്പോൾ അത് പരിപൂർണമായിട്ട് ബിജെപി തള്ളുന്നത് എന്തുകൊണ്ടാണ്? അങ്ങ് സൂചിപ്പിച്ചതുപോലെ ട്രംപ് എന്തെങ്കിലും ഒരു ട്വീറ്റ് ചെയ്തതിനു ശേഷം മാത്രമല്ല, അതിനു മുൻപും കോൺഗ്രസ് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയും കോൺഗ്രസിന്റെ ഹാൻഡിലുകൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുള്ള അവകാശം ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലക്കും പ്രതിപക്ഷ സംവിധാനം എന്നുള്ള നിലക്കും അവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല, ഏതൊരു പൗരനും 142 കോടി ജനങ്ങളിലെ ഏതൊരു പൗരനും ആ ചോദ്യം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്, ഏത് സംശയവും ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്, അത് പുറത്തു പറയാനുള്ള അവകാശമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ പാർട്ടി, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാർ, അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ആ പ്രസ്താവനകൾ നടത്തുന്നത് മറ്റേതെങ്കിലും രാജ്യം ഉപയോഗിക്കുമോ, അതല്ലെങ്കിൽ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യം ഉപയോഗിക്കുമോ എന്ന് നോക്കേണ്ടതില്ലേ? ഉദാഹരണത്തിന് പഹൽഗാം വിഷയമുണ്ടായതിനു ശേഷം നമ്മുടെ രാജ്യം ഏത് തരത്തിൽ തിരിച്ചടി നൽകണം, അല്ലെങ്കിൽ ഏത് തരത്തിൽ അതിൽ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് സൈന്യവുമായെല്ലാം സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ എത്രയോ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. എത്ര തരത്തിൽ ട്വിറ്റർ ഹാൻഡിലുകളിൽ അവർ അവരുടെ പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. അതിനെ തുടർന്നല്ലേ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള ട്വിറ്ററിന് അവർക്ക് തന്നെ അവരുടെ സംഘടനാപരമായി തന്നെ അതിന് വിലക്കേർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസ് നേതാക്കന്മാർ വ്യത്യസ്തമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി. ആരൊക്കെ എന്തൊക്കെയെന്ന് ഞാൻ പറയുന്നില്ല, പൊതുമധ്യത്തിൽ പൊതുസമൂഹത്തിൽ നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും പിന്നീട് കോൺഗ്രസിന് തന്നെ വിലക്കേണ്ടി വന്നു. അത് ആശാസ്യമല്ല, നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ല, മറ്റു രാജ്യങ്ങളുടെ മുൻപിൽ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊന്നും ബിജെപി സൃഷ്ടിച്ചതല്ല. സ്വാഭാവികമായും സംശയങ്ങൾ ചോദിക്കാനും അതിൽ സംശയ നിവൃത്തി വരുത്താനും ഒക്കെയുള്ള സാഹചര്യം ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കുമുണ്ട്. കോൺഗ്രസ് തുടക്കം മുതൽ ആവശ്യപ്പെട്ടത് പാർലമെന്റ് വിളിച്ചു ചേർക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള ചേതോവികാരം? പാർലമെന്റ് വിളിച്ചു ചേർത്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് ആരും എതിരല്ല. പക്ഷെ നമ്മുടെ പാർലമെന്റിന്റെയും നമ്മുടെ നിയമസഭകളുടെയും പ്രത്യേകത അറിയാമല്ലോ. ഏത് വിഷയവും അവിടെ ആരുടെയും തടസ്സമില്ലാതെ അംഗങ്ങൾക്ക് ഉന്നയിക്കാനുള്ള അവകാശമുള്ള സംവിധാനമാണ് നമ്മുടെ പാർലമെന്റ്. അപ്പൊ അവിടെ ഉന്നയിക്കപ്പെടുന്ന ഓരോ വിഷയങ്ങളും മറ്റ് രാജ്യങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ കോൺഗ്രസുകാർ പല ഘട്ടങ്ങളിലും അവർ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ, അവർ പുറത്തുവിട്ടിട്ടുള്ള ചില ചിത്രങ്ങൾ, അവർ പുറത്തുവിട്ടിട്ടുള്ള അവരുടെ ട്വിറ്ററിലെ ചില പരാമർശങ്ങൾ, ഇതെല്ലാം പാകിസ്ഥാന്റെ മന്ത്രിമാരെടുത്ത് പ്രയോഗിക്കുകയാണ് നമ്മുടെ രാജ്യത്തിനെതിരായി. ഇന്ത്യയിൽ ഇങ്ങനെ ചർച്ച നടക്കുന്നു, ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ പ്രതിപക്ഷം പറയുന്നു, ഇന്ത്യ രാജ്യത്തെ പാർട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പറയുന്ന സാഹചര്യം ഉണ്ടായി. ട്രംപിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് ചർച്ച നടത്തേണ്ട കാര്യമില്ല. ട്രംപ് പറഞ്ഞത് ട്രംപ് വിഴുങ്ങി. ട്രംപ് എന്തിനു പറഞ്ഞു എന്നുള്ളത് അറിയാത്തവരല്ല നമ്മുടെ രാജ്യത്തുള്ളവരും ലോകത്തുള്ളവരും. ട്രംപ് നേരത്തെ ഉക്രൈനുമായിട്ടുള്ള വിഷയത്തിൽ ഉക്രൈന്റെ നേതാവിനെ വിളിച്ചു വരുത്തി തന്റെ റൂമിലിരുത്തി താൻ ചർച്ച ചെയ്യുന്ന സ്ഥലത്തിരുത്തി ചീത്ത വിളിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ലോകരാജ്യത്തിന് മുമ്പിൽ താൻ പറയുന്നത് മറ്റെല്ലാവരും അംഗീകരിക്കണം. പാലസ്തീൻ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട്, ഇസ്രായേൽ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ട്രംപ് എടുക്കുന്ന നിലപാട് എന്താണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ഒരു ബള്ള് പറയുക, അല്ലെങ്കിൽ ഒരു ട്രംപിന്റേതായ രീതിയിൽ ഞാനാണ് ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുക. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഞാൻ കുറച്ച് നേരത്തെ കയറി ചോദിക്കുന്നത്, ഈ ഭരണകൂടം ദുർബലമാണ്, ഒന്നിനും കഴിവില്ലാത്തതാണ്, അൺവില്ലിംഗ് ആണ്, ഇൻകേപ്പബിൾ ആണ്, വീക്ക് ഗവൺമെന്റ്,
ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ ഒരു ഭരണകൂടത്തെ വിമർശിച്ച ഒരു ചരിത്രമുണ്ടായിട്ടുണ്ട്. അത് താങ്കൾക്കും അറിയാം. 2018 നവംബർ 26 നിന്ന് 28, 29 ദിവസങ്ങളിൽ 3 ദിവസത്തിനുള്ളിൽ അന്ന് BJP നടത്തിയ ആ വിമർശനങ്ങൾ, ട്രൈഡന്റ് ഹോട്ടൽ മുന്നിൽ നിന്ന് ഇന്നത്തെ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനകൾ, രവിശങ്കർ പ്രസാദിന്റെ പ്രസ്താവനകൾ, ഇന്റലിജൻസ് പരാജയമാണെന്ന് വിമർശിച്ചത്, ഇതെല്ലാം കഴിഞ്ഞ് ഒരു പത്രത്തിൽ തന്നെ പത്രപരസ്യം പോലും കൊടുക്കുന്നു ഈ ഗവൺമെന്റ് ദുർബലമാണ് എന്നുള്ള രീതിയിൽ. ആ തരത്തിലുള്ളൊരു വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ടിറ്റ് ഫോർ ടാറ്റ് അല്ല ഇതിന് മറുപടി എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം, അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ചോദ്യം അതാണ്, ഈ തരം രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയില്ലല്ലോ പ്രതിപക്ഷം എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്നതെല്ലാം രാജ്യദ്രോഹമാണ്, നിഷാനി പാകിസ്ഥാനാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്നൊക്കെയുള്ള അതിരുവിട്ടിട്ടുള്ള വിമർശനങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ്? അപർണ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക എന്നുള്ള നിലക്ക് അങ്ങേക്കറിയാമല്ലോ എന്നാണ് ബോംബെയിൽ അക്രമമുണ്ടായത്, എന്നാണ് നിങ്ങളെല്ലാം ഉന്നയിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി എന്ന് പറയുന്ന കാലഘട്ടമുണ്ടായത്. 2, 3, 4 വർഷം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പൊതുയോഗങ്ങളിൽ നടക്കുന്ന പ്രസ്താവനകളും വിഷയങ്ങളുമാണ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത്. അത് ആരെ കുറിച്ചാണെങ്കിലും ആ ദിവസത്തിലോ തൊട്ടടുത്ത ദിവസത്തിലോ നടന്ന കാര്യങ്ങളല്ല. ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ ഉള്ള BJP ഗവൺമെന്റുകൾ, BJP പ്രതിപക്ഷത്തിരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. BJP ഗവൺമെന്റിനെതിരെ BJP ഏതെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ ഞങ്ങൾ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ആ കാലഘട്ടങ്ങളിൽ നമുക്ക് എല്ലാം അറിയുന്ന പോലെ തന്നെ BJPയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന വാജ്പേയി അല്ലേ മറ്റു രാജ്യങ്ങളിലേക്ക് പോയത്? എന്താ രാഹുൽ ഗാന്ധിക്ക് പോകാൻ എത്ര മടിയുള്ളത്? ആരെയാണ് നിശ്ചയിച്ചത്? കോൺഗ്രസുകാർ. അപ്പൊ അതൊക്കെ ആ പാർട്ടിയുടെ തീരുമാനമാണ്. അവരാരെ നിശ്ചയിക്കണം, ആരെ നിശ്ചയിക്കേണ്ട, വിദേശത്ത് പോകാൻ ആരെ അതൊക്കെ ആ പാർട്ടി എടുക്കേണ്ട നിലപാടുകളാണ്. ഇവിടെ ആരും രാഹുൽ ഗാന്ധിയെ കുറിച്ചോ കോൺഗ്രസിനെ കുറിച്ചോ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർ ഏതെങ്കിലും രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയെന്നോ അവർ ഏതെങ്കിലും രാജ്യവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു എന്നോ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ കാണേണ്ടത് അവരുടെ ഹാൻഡിലുകൾ നടത്തുന്ന ചില പ്രചരണങ്ങൾ മറ്റ് രാജ്യങ്ങൾ എടുത്ത് അല്ല. അത് ശ്രീ പി കൃഷ്ണദാസ് ഈ അവസരത്തിൽ പറയുന്നത് അത് മാതൃകയാക്കാം. പക്ഷേ താങ്കൾ ഇതിനു മുൻപുള്ള ചരിത്രം നിഷേധിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഉടനടി നടത്തിയില്ല എന്ന് പറയുന്നു. ഇനി ആ കണക്ക് താങ്കൾക്ക് അറിയാത്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. നവംബർ 26 നടക്കുന്ന ഭീകരാക്രമണം, നവംബർ 27 അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് മൻമോഹൻ സിംഗിന് കത്തെഴുതുന്നു. അതിനുശേഷം അദ്ദേഹം 28 മുംബൈയിലെത്തുന്നു. ഒബ്രോയ് ട്രൈഡന്റ് ഹോട്ടലിന് മുന്നിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളോട് പറയുന്നു മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം വാസ് ഡിസപ്പോയിന്റിംഗ് എന്ന് പറയുന്നു. എത്ര ദിവസം? 26, 26, 27, 28 ഡിസംബർ 4-നകം നവംബർ 29 BJPയുടെ പരസ്യം പ്രത്യക്ഷപ്പെടുന്നത് മാധ്യമങ്ങളിൽ. വീക്ക് ഗവൺമെന്റ്, ഇൻകേപ്പബിൾ ആൻഡ് അൺവില്ലിംഗ് എന്ന്. എത്ര ദിവസത്തെ വ്യത്യാസമുണ്ട്? ഒരാഴ്ച. കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കാലഘട്ടം എടുക്കുക. ഈ 2 പതിറ്റാണ്ട് കാലഘട്ടത്തിനിടയിൽ എത്ര തവണ നമ്മുടെ രാജ്യത്ത് കടന്ന്, ഇനി ഒരു 1990-കൾക്ക് ശേഷം മാത്രം എടുക്കുക, 2-3 പതിറ്റാണ്ട് എടുക്കുക, എത്ര തവണ അതിർത്തി കടന്നുകൊണ്ട് പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്ത് അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്? എത്ര തവണ നമ്മുടെ സൈന്യത്തിന് നേരെ, സാധാരണക്കാർക്ക് നേരെ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്? ഇനി അങ്ങ് സൂചിപ്പിച്ച ബോംബെ അക്രമം അടക്കം ഉള്ള കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ഭീകരവാദികൾക്കെതിരെ, പാകിസ്ഥാനെതിരെ എന്ന് നമ്മൾ ഇപ്പോഴും പറയുന്നില്ലല്ലോ, ഇപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പൊ പാകിസ്ഥാനെതിരെ എന്നുള്ളതല്ല, മറിച്ച് ഭീകരവാദികൾക്കെതിരെ, തീവ്രവാദികൾക്കെതിരെ നമ്മൾ അവരെ അമർച്ച ചെയ്യാനൊരു നിലപാട് സ്വീകരിക്കും, ഒരു നടപടി സ്വീകരിക്കും എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് ഗവൺമെന്റ് 84 കാലഘട്ടങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് സിഖുകാരെ അമർച്ച ചെയ്യാൻ വേണ്ടി, അഫ്ഗാനിസ്ഥാൻ മതത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി ഒരു കലാപം നടത്തിയിട്ടുണ്ട്, ഒരു പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. പിന്നീട് സിംഹളരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കമുണ്ടായപ്പോൾ ശ്രീലങ്കയിൽ പോയി ആ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന് അക്രമം നടത്തുന്ന തീവ്രവാദികൾക്കെതിരെ, ഭീകരവാദികൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ തുനിഞ്ഞിട്ടുണ്ടോ? ഇവിടെ അതല്ലല്ലോ സംഭവം ഉണ്ടായത്. ഇവിടെ ഒരു വിഷയമുണ്ടാകുന്നു, പഹൽഗാമിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഗവൺമെന്റ് നമ്മുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായി, അതല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന്റെ നിലപാടുകൾക്കനുസരിച്ച് അവർ കാത്തിരുന്ന് ഇന്നുണ്ടാകുമ്പോൾ ഇന്ന് തന്നെ തിരിച്ചടിക്കുക എന്നുള്ളതല്ലോ. ഇനി ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ, ഏതാണ്ട് 160-ഓളം അധികം ആളുകൾ മരണപ്പെട്ട ഒരു സാഹചര്യമാണ് ബോംബെ ആക്രമണത്തിലുണ്ടായത്. നമ്മൾ എന്താ നിലപാട് സ്വീകരിച്ചത്? നമ്മൾ എന്താ തിരിച്ചു ചെയ്തത്? നമ്മുടെ രാജ്യത്തിന് അത്രയും സാധാരണക്കാരെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചോ? സൈനിക നടപടി സ്വീകരിച്ചോ? ഇല്ലല്ലോ. ഇവിടെ നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള
വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്കെതിരെ തികച്ചും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കെതിരെ ഒരു അക്രമം ഉണ്ടാകുന്നു, ഒരു ഭീകരവാദ പ്രവർത്തനം ഉണ്ടാകുന്നു. എന്താ നമ്മുടെ ഗവൺമെന്റ് 10 ദിവസം 12 ദിവസം കാത്തിരുന്ന സൈന്യത്തിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരുന്ന് എന്താ നമ്മൾ തിരിച്ചു ചെയ്തത്? അവരുടെ ഭീകരവാദ ക്യാമ്പുകൾ നിഷ്കരണമില്ലാതെയാക്കി എന്നുള്ളതാണ്. അതിലൊരു ദാക്ഷിണ്യവും ഇല്ലെന്നേ. ലോകത്തിന്റെ മുൻപിൽ നമ്മൾ പറഞ്ഞത് ഒറ്റ നയമാണ്. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരെ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് പാകിസ്ഥാൻ എന്നല്ല, പാകിസ്ഥാനെ സഹായിക്കുന്ന മറ്റു രാജ്യങ്ങളുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾക്ക് കൂടിയുള്ളതാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാനെ സഹായിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, നമ്മൾ കണ്ടതല്ലേ. പാകിസ്ഥാന് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് വന്ന മറ്റു രാജ്യങ്ങൾ നമ്മൾ പേരെടുത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തുർക്കി ആ ഭാഗത്തല്ലേ നിന്നത്. ഇനി ചൈനയുടെ സപ്പോർട്ട് പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ലേ, പ്രത്യക്ഷമായും പരോക്ഷമായും. അപ്പൊ നമ്മൾ കാണുന്നത് പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തെ കുറിച്ച് മാത്രമല്ല, പാകിസ്ഥാനിൽ നടക്കുന്ന തീവ്രവാദത്തെയാണ്. അവിടുത്തെ തീവ്രവാദ ക്യാമ്പുകളിലും അവിടുത്തെ ഭീകരവാദ ക്യാമ്പുകളിലും വിരിയിച്ചെടുക്കുന്ന ആളുകൾ ഇവിടെ വന്ന് തീവ്രവാദ പ്രവർത്തനം നടത്താനും സാധാരണക്കാരുടെ പിന്തുണയോടുകൂടി, അതിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ സംഘടനയുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. നമ്മുടെ രാജ്യത്ത് സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ISIയുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. നമ്മുടെ രാജ്യത്ത് ISIയുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇനി പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് ശരി ശ്രീ പി കൃഷ്ണദാസ്, ഒറ്റ കാര്യം, ഈ വിഷയങ്ങളൊക്കെ എല്ലാവരും പറയുന്നു, ഇന്ത്യ മുന്നണിയിലെ മിക്ക പാർട്ടികളും ഇത് പറയുന്നു, രാഹുൽ ഗാന്ധിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നേരത്തെ തന്നെ BJP രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ആ ഒരു മുൻവിധിയുണ്ട്. അദ്ദേഹത്തിന്റെ ഇറ്റലി ബന്ധം, വിദേശ ബന്ധം അന്വേഷിക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പണ്ടേ പറയുന്നു. അതുകൊണ്ട് രാഹുൽ മാത്രം രാജ്യദ്രോഹിയായി മാറുന്നു. ഇന്ത്യ മുന്നണിയും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ഈ നേതാക്കന്മാരും അത് പറയുമ്പോൾ അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാതെ രാഹുൽ ഗാന്ധി മാത്രം, ഈ ആരോപണം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി മാത്രം രാജ്യദ്രോഹിയാകുന്നു. അതെങ്ങനെയാണ്? രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിലുള്ള പാർട്ടികൾ, അവരുടെ മുന്നണിയിലുള്ള പാർട്ടികളിൽ അവരുടെ ഒന്ന് പറയൂ, ഈ ചർച്ചയിൽ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാക്കന്മാർ ഈ വിഷയം ഉണ്ടായതിനു ശേഷം സംശയകരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി? അതല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലം എന്ന് ഞാൻ പറയില്ല, പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അതിൽ നിന്ന് മാറി നിന്നു. ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? മമതാ ബാനർജി ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? BJP പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ തിരിച്ചു ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, മറ്റേതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ ഈ പഹൽഗാം വിഷയം ഉണ്ടായതിനു ശേഷം കോൺഗ്രസിന്റെ ചില മുഖ്യമന്ത്രിമാരും ചില നേതാക്കന്മാരും നടത്തിയ പ്രസ്താവനകൾ പോലെ, അവരുടെ ഹാൻഡിലുകൾ നടത്തിയ പ്രചരണം പോലെ ഏതെങ്കിലും ഒരു പാർട്ടി നടത്തിയോ? നിങ്ങൾ പറയൂ. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങേക്ക് തിരുത്താം, അതിലെനിക്ക് തടസ്സമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, വിമർശിക്കുന്നത് പ്രതിപക്ഷത്തെ അല്ല, രാഹുൽ ഗാന്ധിയാണ്. പോസ്റ്റർ ബോയ് ആകുന്നത് രാഹുൽ ഗാന്ധി മാത്രമാണ്. അദ്ദേഹത്തിന്റെ പടമാണ് അങ്ങനെ വരുന്നത്. അദ്ദേഹമാണ് പാകിസ്ഥാന് ഓക്സിജൻ കൊടുക്കുന്നത്. ഇതിനകത്തൊരു പ്രത്യേക ടാർഗറ്റിംഗ് രാഹുൽ കോൺഗ്രസിന്റെ നേതാവായതുകൊണ്ട് മാത്രമാണോ, അതോ രാഹുൽ ഗാന്ധിയുടെ ചില ചോദ്യങ്ങൾ അതൊരു പക്ഷേ എവിടെയെങ്കിലുമൊക്കെ എത്തുന്നു എന്ന് ഉള്ള ഒരു ഭയമുള്ളത് കൊണ്ടാണോ? രാഹുൽ ഗാന്ധിയുടെ ചോദ്യം എവിടെയാ എത്തുന്നത്? ഒരു സ്ഥലത്തും എത്തുന്നില്ല. ആ ചോദ്യത്തിനും അദ്ദേഹത്തിനെ പിന്തുണക്കുന്നവർ പൊതുസമൂഹങ്ങളിൽ നടത്തുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളും പാകിസ്ഥാൻ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അവരത് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും അവരുടെ മന്ത്രിമാർ, അവരുടെ സൈനിക നേതാക്കന്മാർ അവരത് എടുത്ത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് പൊതുമധ്യത്തിൽ വന്നതല്ലേ. പാകിസ്ഥാൻ മന്ത്രിമാർ, പാകിസ്ഥാന്റെ സൈനിക ഉദ്യോഗസ്ഥന്മാർ അവർ എടുത്ത് ഉപയോഗിച്ചത് ആരുടെ ട്വിറ്റർ ഹാൻഡിലുകളാണ്, ആരുടെ പ്രചരണങ്ങളാണ്, ആരുടെ വാചകങ്ങളാണ്? ശരി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ആ പോയിന്റിലേക്ക് താങ്കൾ വന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു.